ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ചക്ക വിഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു ചക്ക എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഇടാനായിട്ട് പറ്റിയത്. അപ്പോൾ നമുക്ക് ഈ ചക്ക നേരെയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ടാസ്ക്കാണല്ലേ. അതിൻ്റെ ഉണ്ടോ ഈ മൂക്കൊക്കെ ചെത്തുക, ഈ ഭാഗത്തിന് നമ്മൾ മൂക്ക് എന്നല്ലേ പറയുക, ചക്കയുടെ അതൊക്കെ ചെത്തിയെടുത്ത് നമ്മുടെ കൈയൊക്കെ തന്നെ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെയാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ തേച്ചിട്ട് നേരെയൊക്കെയാണെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ വിളഞ്ഞ് ഒട്ടിയിരിക്കും കേട്ടോ. വിളഞ്ഞി മുളഞ്ഞി അങ്ങനെ പല പേരും അറിയില്ലേ, ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരായിരിക്കുമല്ലേ പറയാം. ഞങ്ങൾക്ക് ഇതിനെ മുളങ്ങി എന്നാണ് കേട്ടോ പറയാം. ശരിക്കുള്ള പേരെന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെയൊക്കെ ശേഷം ഞാൻ മണ്ണെണ്ണയൊക്കെ തേച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ഇത് നേരെയാക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനത് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് നേരെയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അതൊക്കെ കളയാനായിട്ട് മണ്ണെണ്ണയൊക്കെ തേച്ചിട്ട് റെഡിയാക്കി എടുക്കണത് കേട്ടോ. പിന്നെ ചക്കയൊക്കെ ഏകദേശം ഞാനിങ്ങനെ പറിച്ചിട്ടു കേട്ടോ. ഇനി ഇതിനെ നേരെയാക്കി എടുക്കേണ്ട പണിയേ ഉള്ളൂ. ഒരു ചക്കയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ എത്ര ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ വേഗം ചിലവായി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ചോറിന് കൂടെ കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഞങ്ങളൊക്കെ വെറുതെ കേട്ടോ കൂടുതലായിട്ടും കഴിക്കുക. അപ്പോൾ ഇതിൽ നന്നായിട്ട് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കട്ടയ്ക്ക് ഇങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ചക്കയൊക്കെ നേരെയാക്കി വെക്കാൻ പാകത്തിനാക്കി എടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം കുരുവൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ കുരു കഴിക്കാനായിട്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം അതൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കാൻ കേട്ടോ. നമുക്ക് പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ചക്കക്കറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് പിന്നെ സെറ്റായിക്കോളും വെന്ത് വരുമ്പോഴേക്കും. ഈ മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് എന്തായാലും കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനതിനൊരു നല്ലൊരു കളറും കാര്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് നാളികേരം ചിരവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കുക. അപ്പോൾ നമുക്ക് ചക്കയ്ക്ക് ഭയങ്കര ഗ്യാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ചിലവർക്ക് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഗ്യാസൊക്കെ കുറേ അങ്ങോട്ട് ഇല്ലാതെ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നാളികേരമൊക്കെ ചിരവി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി. അപ്പോൾ അങ്ങനെ അത് അരച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ ചക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ അരപ്പൊഴിക്കുക. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അത് നേരെയൊക്കെയാണുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ചക്കയായിട്ടുള്ള എലിശ്ശേരി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ചക്ക എലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് വേവാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലേ, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് നാളികേരം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പിന്നെ ഒരു വറവിടലും കൂടി ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി.
അങ്ങനെ അടിപൊളി ചക്ക എലിശ്ശേരി റെഡി ആയിട്ടോ. പക്ഷേ ഇതിലേക്ക് ഞാൻ ഒരു സാധനം ഇടാനായിട്ട് വിട്ടുപോയിട്ടോ, ഉണക്കമുളക്. അപ്പോൾ വറവിടുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കടുകും ഇടുന്നതിൻ്റെ കൂടെ ഉണക്കമുളകും ഇടണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്വാദുണ്ട്. ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.